പ്രശാന്ത് കൃഷ്ണയിലേക്ക് കൂടി പോവുകയാണ്. പ്രശാന്ത്, ഈ കഴിയാവുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ടാങ്കറുകളിൽ വെള്ളം എത്തിക്കും എന്ന് മന്ത്രി പറഞ്ഞിരുന്നു. അതൊക്കെ നടക്കുന്നുണ്ടോ? ആരും ഇവിടുത്തെ പ്രശ്നം അതല്ല. അതായത് 2 മണിക്ക് പണി പൂർത്തിയാകും, 4 മണിക്ക് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കും എന്നാണ് ജലവിഭവ മന്ത്രി പറഞ്ഞത്. 2 മണി കഴിഞ്ഞ് 4 മണിക്കൂറും പിന്നിട്ട് ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി നഗരവാസികൾ നരകയാതനയിലാണ്. 6 മണി കഴിഞ്ഞ സമയത്തും ഈ വാൽവ് ഘടിപ്പിക്കുന്ന പ്രവൃത്തി പൂർത്തിയായിട്ടില്ല. അത് ഘടിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ അലൈൻമെന്റിൽ, ആ പൈപ്പിന്റെ അലൈൻമെന്റിൽ 1 ഇഞ്ചിന്റെ വ്യത്യാസം കാണപ്പെട്ടിട്ടുണ്ട്. അത് ശരിയാക്കാനുള്ള പ്രവൃത്തികൾ 2 വശത്തുമുള്ള മണ്ണിടിച്ചുകൊണ്ട് ആ പൈപ്പ് ലൈൻ അലൈൻമെന്റ് ശരിയാക്കാനുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 6 മണിക്കും ഈ വാൽവ് ഘടിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഇന്നലെ തകരാറ് വന്നത്, ലീക്ക് കണ്ടത് ഈ വാൽവിലാണ്. ആ വാൽവ് പുറത്തെടുത്ത് വാൽവിൽ വാഷർ ഘടിപ്പിച്ച് വീണ്ടും ഇന്നിപ്പോൾ ഘടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ നിമിഷവും ഒരു ഇഞ്ചിന്റെ വ്യത്യാസം, 1 ഇഞ്ചിന്റെ അലൈൻമെന്റ് വ്യത്യാസം കണ്ടിരിക്കുന്നു. അത് ശരിയാക്കിയ ശേഷം മാത്രമേ ഈ വാൽവ് ഘടിപ്പിക്കാൻ സാധിച്ചു. ഈ വാൽവ് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ പണി ഏറെക്കുറെ പൂർത്തിയായെന്ന് പറയാം. കാരണം ഒരു വശത്ത് ബോൾട്ട് ഇട്ട് മുറുക്കി കഴിഞ്ഞു. അടുത്ത വശം ബോൾട്ട് ഇട്ട് മുറുക്കണമെങ്കിൽ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു ഗ്യാപ്പ് അത് അടുപ്പിക്കേണ്ടതുണ്ട്. ആ അലൈൻമെന്റ് ശരിയാക്കി അടുപ്പിച്ച് ബോൾട്ട് ഇട്ട് മുറുക്കിയതിന് ശേഷം മാത്രം ഇവിടെ നിന്ന് സൂപ്രണ്ട് എഞ്ചിനീയർ അരുവിക്കരയിലേക്ക് പമ്പിംഗ് ആരംഭിക്കാനുള്ള നിർദ്ദേശം കൊടുക്കും. പമ്പിംഗ് ആരംഭിച്ച് ഇവിടെ വരെ വെള്ളം എത്തുന്നതിന് മുൻപ് ഈ വാൽവ് അടയ്ക്കും. വാൽവ് അടച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ പാപ്പനംകോട് നഗരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കുടിവെള്ളം എത്തിത്തുടങ്ങും. പക്ഷേ അവിടെ നിന്ന് മറുവശത്തേക്ക്, അതായത് നമുക്ക് ക്യാമറ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ കാണാം, മറുവശത്ത് ഈ കാണുന്ന ഭാഗത്താണ് ഐരാണിമുട്ടം ഭാഗത്തേക്കുള്ള വിതരണ കുഴൽ പൈപ്പ് ലൈൻ പോകുന്നത്. അവിടെയാണ് അവിടെ കുഴൽ സ്ഥാപിച്ച് പൈപ്പ് ലൈൻ പണി ഉച്ചയ്ക്ക് നടത്തിയിരുന്നു. 15 മിനിറ്റ് കൊണ്ട് തീർക്കേണ്ട പണി അവിടെ ഏകദേശം അവിടെ അലൈൻമെന്റ് ശരിയാകാത്ത പ്രശ്നങ്ങൾ കാരണം 2 മണിക്കൂറോളം എടുത്ത് അതിനുശേഷം അവിടെ കോൺക്രീറ്റ് പ്രവൃത്തികൾ പൂർത്തിയാക്കി. അപ്പോൾ ഈ പൈപ്പ് ലൈൻ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവിടെ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഒരു 2 മണിക്കൂറിന് ശേഷം മാത്രമേ ഈ വാൽവ് ശരിയാക്കി കഴിഞ്ഞാലും അത് തുറന്ന് ഐരാണിമുട്ടം ഭാഗത്തേക്കുള്ള കുടിവെള്ള വിതരണം തുടങ്ങുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ തന്നെ നേരത്തെ 1 മണിക്കൂർ മുൻപ് നമ്മൾ ഏകദേശം 5 മണി സമയത്തെല്ലാം നമ്മൾ ജലവിഭവ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ ഒരു 10 മണിയോടെ മാത്രമേ ഐരാണിമുട്ടം ഭാഗത്തു നിന്ന് വിതരണം എല്ലാ ഭാഗത്തേക്കും എത്തുകയുള്ളൂ എന്ന് വിശദീകരിച്ചിരുന്നു. അതായത് നിലവിലെ സ്ഥിതിക്ക് ഇപ്പോൾ ഈ വാൽവ് ഘടിപ്പിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയായിട്ടില്ല. അത് പൂർത്തിയായാൽ മാത്രമേ അരുവിക്കരയിൽ നിന്ന് ചാർജിങ് തുടങ്ങൂ. ചാർജിങ് തുടങ്ങിയാൽ ഏകദേശം 1 മണിക്കൂറോളം എടുക്കും. എന്തായാലും ഇന്ന് എത്ര സമയത്തിനുള്ളിൽ വീടുകളിലേക്ക് വെള്ളം എത്തുമെന്ന കാര്യത്തിൽ പോലും നമുക്ക് ഈ സമയത്ത് പോലും കൃത്യമായൊരു ടൈം പറയാൻ കഴിയുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ്.